ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന NH44-ലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർത്തേൺ ഗേറ്റ് വേ ഓഫ് തമിഴ്നാട് എന്നറിയപ്പെടുന്ന കൃഷ്ണഗിരിയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് കൃഷ്ണഗിരി ബാംഗ്ലൂർ റോഡ് എന്ന പേരിൽ പ്രസിദ്ധമാണ്. ദക്ഷിണേന്ത്യയിലെ 2 പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതിലുപരി അവ തമ്മിലുള്ള വാണിജ്യ, വ്യാവസായിക, സാംസ്കാരിക സമന്വയത്തിന് കാരണമായി തീർന്നു എന്ന മഹത്തായ പാരമ്പര്യവും ഈ ഹൈവേക്കുണ്ട്. ചരിത്രാതീത കാലഘട്ടം മുതൽ പ്രസിദ്ധിയാർജിച്ച ഒരു പ്രദേശമാണ് കൃഷ്ണഗിരി. നോക്കൂ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് FRP പോർട്ടബിൾ വാച്ച് ടവർ. ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ്. വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അനധികൃതമായ പ്രവേശനങ്ങളും കടന്നുകയറ്റങ്ങളും ഒക്കെ തടയുന്നതിനും ദുരന്ത നിവാരണത്തിനും ഒക്കെ വേണ്ടിയാണ് ഇത്തരം ചെക്ക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. പാലിയോലിത്തിക്, നിയോലിത്തിക് കാലഘട്ടങ്ങളിൽ പോലും മനുഷ്യരിവിടെ അധിവസിച്ചിരുന്നു എന്നതിന് അനവധി തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്നതൊക്കെ മാവുകളാണ്. ഇവിടുത്തെ കാറ്റിന് നല്ല മാമ്പൂവിൻ്റെ മണമാണ്. മാംഗോ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന വിശേഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ ഇവിടുത്തെ മാങ്ങയുടെ സമൃദ്ധി എന്തായിരിക്കുമെന്ന്. അതായത് കൃഷ്ണഗിരിയിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്താനുള്ള ദൂരമെന്ന് പറയുന്നത് ഒരു 90 കിലോമീറ്ററാണ്. പക്ഷേ ആ 90 കിലോമീറ്റർ സഞ്ചാരത്തിനിടയിൽ ഒരു നിമിഷം പോലും, അല്പം പോലും ബോറടിക്കാതെ, അല്ലെങ്കിൽ നമുക്കെന്താ ഒരു വിരസതയും തോന്നാതെ മറ്റേതോ ഒരു ലോകത്തുകൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. ക്യാൻവാസിൽ വരച്ചിട്ടിരിക്കുന്ന ചിത്രമാണെന്ന് തോന്നും ഈ ചുറ്റിനും കാണുന്നത്. ബാംഗ്ലൂർ സിറ്റി അടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. റോഡ് ദേരി സൈഡിലും നല്ല മരങ്ങളൊക്കെ മാറിയിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി. മേൽപ്പാലങ്ങളും മെട്രോ റെയിലും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബൊമ്മസാന്തർ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ബൊമ്മസാന്തർ ഇവിടുത്തെ ഒരു വ്യാവസായിക മേഖലയാണ്. ഇവിടെ അങ്ങോട്ട് ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒരു കേന്ദ്രമാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ഇവിടെ ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഗവേഷണവും വികസനവും നിർമ്മാണവും ഒക്കെയാണ് നടക്കുന്നത്. 2 സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ പലതരത്തിലുള്ള കമ്പനികളാണ്. ഹസ്കർ റോഡ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ബ്ലൂ കളറിലെ ബിൽഡിംഗ് ഇല്ലേ, ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന അതാണ് കോണ്ടിനെൻ്റൽ ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ടില്ലേ, നെടുകയും കുറുകയും ആയിട്ട് മേൽപ്പാലങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇനിയിപ്പോൾ സിറ്റിയുടെ തിരക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടുന്ന് റോഡ് 2ആയിട്ട് തിരിയുകയാണ്. ഇവിടെ ആ റൈറ്റ് സൈഡിൽ സ്ട്രെയിറ്റ് കാണുന്ന റോഡ് മംഗലാപുരം റോഡാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് മൈസൂർ റോഡിലേക്കാണ്. അത് ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റോഡാണ് മൈസൂർ റോഡ്. നമ്മളിനി മൈസൂർ റോഡിലേക്ക് കടക്കുകയാണ്.
നാൻസി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസസ് റോഡ്, അതായത് നൈസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു റോഡാണിത്.